ബൈ ദ ബൈ ഗൈസ്, നാളെ നമ്മളെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ പുതിയ ഡ്രസ്സ് എടുക്കണമെന്ന് നമുക്ക് ആശയുണ്ടായിന്. അങ്ങനെ നമ്മളെ ഫാദർ ആദ്യം സമ്മതിച്ചില്ലെങ്കിൽ എങ്ങനെയല്ലോ കൺവിൻസ് ആക്കിയിട്ട് ലാസ്റ്റ് നമ്മ വിട്ട് നമ്മ ഡ്രസ്സ് എടുക്കാൻ വിടുമ്പോഴത്തേക്ക് ഏകദേശം 10 മണി കഴിഞ്ഞിനായിന്. അതുകൊണ്ട് തന്നെ ചട്ടഞ്ചാലിൽ ഒരു ഡ്രസ്സിന്റെ ഷോപ്പ് തുറന്നിട്ടുണ്ടായിട്ട് അങ്ങനെ ദേളി റോട്ടിലേക്ക് കയറിയിട്ട് ഒരു 100 മീറ്റർ പോകുമ്പോൾ ഒരു ഡ്രസ്സിന്റെ ഷോപ്പ് തുറന്നിട്ട് കാണുന്നത്. ക്ലൗഡ്സ് ക്ലോത്തിങ് എന്നാണ് ഷോപ്പിന്റെ പേര്. നാളെ എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഏർന്നല്ലോ പടക്കം പൊട്ടിക്കുന്ന സീനാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. അങ്ങനെ ഷോപ്പിനുള്ളിൽ കയറി നോക്കുമ്പോണ്ട് മക്കളെ സുനമണി പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള കളക്ഷൻസ്. നിങ്ങൾ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ സൂനമണിക്ക് കുറച്ച് ബാലുണ്ടെങ്കിൽ ഇടത്തേക്ക് വന്നാൽ മതി മക്കളെ, ഇല്ലെങ്കിൽ നിങ്ങളെ സൂനമണി പേടിച്ചിട്ട് പായും. കാര്യം അത്ര ഹലാത്തിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ. ഈ ഡ്രസ്സിന്റെ നൂലാളിയതല്ല സംഭവം, അതിന്റെ മോഡലാണത്. പിന്നെ ഈ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് അടിച്ചോളി. പിന്നെ എല്ലാരും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ ജെൻസിന് മാത്രമേ ഡ്രസ് ഉള്ളൂ. പിന്നെ ഇവിടെ സ്റ്റാർട്ടിംഗ് സൈസ് വരുന്നതന്നെ എന്റെ സൈസാണ്. പാപ്പച്ചത്തിന് ഇവിടുന്ന് ഡ്രസ്സ് കിട്ടാത്തതിന് ഡിപ്രഷനാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമാണ് അബീനെ പെട്ടെന്ന് കാണാതായത്. അങ്ങനെ നമ്മ അബീനെ തപ്പിയിട്ട് ഏത് ഡ്രസ്സ് ചേഞ്ച് ആക്കുന്നിടത്താണ്. ആടാണെങ്കിൽ അബി ഡ്രസ്സ് ചേഞ്ച് ആക്കുന്നുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ആക്കുന്നിടത്തുനിന്ന് അല്ലാണ്ട് ഡ്രസ്സ് ആക്കാൻ കഴിയില്ലല്ലോ. ഇതിപ്പോ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാ അല്ലെങ്കിൽ അബിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാ. ഇനി ഈ വീഡിയോ സ്ത്രീകളോ കുട്ടികളോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കിപ്പ് അടിച്ചോ, കാരണം ഒരു തല കറങ്ങി വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ 2 പോസ് ഇട്ടതിന് ശേഷം ഞങ്ങൾക്ക് അബിക്ക് ഒരു കൊല്ലത്തേക്ക് വാങ്ങുന്ന ഡ്രസ്സും എങ്ങിട്ട് നമ്മൾ ഇടുന്ന് വിട്ട്. മാത്രം നമ്മളെ ബോസ് വെറുതെ വിട്ടിട്ട് നമ്മളൊരു ജ്യൂസും കുടിപ്പിച്ചിട്ടാണ് ഇടുന്ന് നമ്മളെ പറഞ്ഞയച്ചത്. അപ്പൊ ഓക്കെ ബൈ.